Hi dear student, I am Priyanka. I am taking business studies for you. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് ഫണ്ടമെൻ്റൽസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അഥവാ നമ്മുടെ ഹിസ്റ്ററി പഠിക്കുക. ഏതിൻ്റെ? ബിസിനസ് സ്റ്റഡീസിൻ്റെ ഹിസ്റ്ററി പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആർ യു റെഡി ഫോർ ദാറ്റ്? യെസ്, യു ഓൾ ആർ റെഡി. ദെൻ ക്യാൻ വി സ്റ്റാർട്ട്? യെസ്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ദ വേൾഡ്. ഓക്കെ, നമ്മുടെ ഈ ലോകത്തിൽ എങ്ങനെയാണ് ഈ ട്രേഡ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഈ കൊമേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എവിടെ നിന്നാണ് വന്നത് എന്നതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യമായിട്ട് +1 സ്റ്റുഡൻ്റായിട്ട് വന്നിരിക്കുവാണ്, ബിസിനസ് സ്റ്റഡീസൊക്കെ എടുത്തിരിക്കുകയാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇതിനെല്ലാ ഡൗട്ട്സും ക്ലിയർ ഔട്ട് ചെയ്യുന്നതായിരിക്കും. റെഡി? ഓക്കെ. ദെൻ വാട്ട് യു മീൻ ബൈ അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് ഓർ ഹിസ്റ്ററി ഓഫ് commerce? I think you already learned in the 8th and 9th standard in what is barter system എന്നുള്ളത് അല്ലേ? എന്താണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ആ ഒരു ഐഡിയ വന്നത്. ഓക്കെ, അപ്പോൾ ഈ ബാർട്ടർ സിസ്റ്റത്തിൽ എന്താ ചെയ്തിരുന്നത്? അവിടെ ദേ ആർ നോട്ട് കൺസിഡർ ദ വാല്യൂ ഫോർ ദാറ്റ് പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ദേ ആർ നോട്ട് കൺസിഡേർഡ്. പിന്നെ അവരെന്താ ചെയ്തിരുന്നു? ഒരു സാധനം കൊടുത്തു, തിരിച്ചൊരു വേറൊരു സാധനം അതിന് പകരം എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനം ചിലപ്പോൾ അത് ഒരു സെക്കൻഡ് പേഴ്സൻ്റെ കയ്യിലായിരിക്കും ഉണ്ടാവുന്നത്, അദ്ദേഹത്തിൻ്റെ ആവശ്യം ചിലപ്പോൾ എൻ്റെ കയ്യിലായിരിക്കും ഉണ്ടാവുന്നത്. സോ ജസ്റ്റ് എക്സ്ചേഞ്ച് ദ ഗുഡ്സ്. ഓക്കെ, at that time we are not consider the value for that goods or product. പിന്നീട് ഈ ബാർട്ടർ സിസ്റ്റം ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വില്ലേജ് ട്രാൻസാക്ഷൻ സിസ്റ്റം വന്നു. അവിടെ എങ്ങനെയാണ് വില്ലേജ് ട്രാൻസാക്ഷൻ സിസ്റ്റം നടന്നത്? അവിടെ പ്രൊഡക്ഷൻ, അതായത് ആൾക്കാരൊക്കെ ഒരുമിച്ച് എന്ത് ചെയ്തു? അങ്ങ് പഠിച്ചിട്ടുണ്ട് പണ്ട്, എങ്ങനെയാണ് ആൾക്കാരൊക്കെ ഒരുമിച്ച് താമസിച്ച് തുടങ്ങി, കൃഷി തുടങ്ങി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? പ്രൊഡക്ഷൻ നടന്നു, അഗ്രികൾച്ചറൽ മേഖലയിൽ ഗ്രോത്ത് അപ്പ് ഉണ്ടായി. സോ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? സർപ്ലസ് ഗുഡ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സർപ്ലസ് ആയിട്ടുള്ള ആ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. സോ അവരെന്ത് ചെയ്യും? ആ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ, ആ ഒരു വില്ലേജിൻ്റെ ഉള്ളിൽ അവർ ട്രാൻസാക്ഷൻസ് നടത്തി തുടങ്ങി. ഓക്കെ, ആ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക? പ്രൊഡക്ഷൻ ഓഫ് ദ ഗുഡ്സ് എന്ത് ചെയ്തു? ട്രാൻസാക്ഷൻ നടത്തി. അതിനുശേഷം എന്ത് വന്നു? കമ്മ്യൂണിക്കേഷൻ അഥവാ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു കോൺസെപ്റ്റ് ഉണ്ടായി. ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായതോടുകൂടിയാണ് ട്രേഡിൽ വലിയൊരു മാറ്റം എന്ത് ചെയ്തത്? ഉണ്ടായത്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്തു? ട്രാവൽ ചെയ്യാൻ തുടങ്ങി. എന്തുമായിട്ട്? ഈ സർപ്ലസ് ഗുഡ്സുമായിട്ട്. സോ ദേ ലെവീഡ്, അവർ ചാർജ് ചെയ്തു. എന്താ ചാർജ് ചെയ്തത്? ഒരു ഫിക്സഡ് റേറ്റ് ഫോർ ദാറ്റ് പ്രോഡക്റ്റ്. അവിടെയാണ് എന്ത് ചെയ്തത്? മണി വാല്യൂ കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത്. ആ പ്രൊഡക്ഷൻ്റെ, ആ ഒരു പ്രോഡക്റ്റിൻ്റെ മണി വാല്യൂ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു. അത് പേപ്പർ വാല്യൂലായിരിക്കും, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന കോയിൻസ് യൂസ് ചെയ്തിട്ട് വാല്യൂ കൺസിഡർ ചെയ്തു. ഗോൾഡ് ആയിരുന്നു അന്നത്തെ ട്രാൻസാക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിൽവർ യൂസ് ചെയ്തിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള കോയിൻസ് ആണ് അന്നത്തെ കാലത്ത് എന്ത് ചെയ്തിരുന്നത്? ഈ ഒരു ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് അവർ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പം ഈ ഒരു സ്റ്റേജസിലൂടെ നമ്മളിപ്പോൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു കോൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്തിരിക്കുക? എത്തിയിരിക്കുക അല്ലേ? ആ ബാർട്ടർ സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടിരിക്കുന്നത്? ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വിശ്വസിക്കാൻ പോലും ചിലപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ ന്യൂ ജനറേഷന് സാധിച്ചെന്ന് വരില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇ കൊമേഴ്സ് ആണ് അല്ലേ? അപ്പം നമുക്കതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവാം. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് അറിയാം, ബാങ്ക് എന്ന് കേട്ടാൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കുറേ വീടിനടുത്തുള്ള നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഓടി വരും ഇല്ലേ? SBI ഓടി വരും, അതുപോലെ തന്നെ കാനറ ബാങ്ക് ഓടി വരും. ഒരുപാട് ബാങ്കുകളുടെ പേരായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരുന്നത്, ബാങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ. പക്ഷെ അന്നത്തെ കാലത്ത്, അതായത് വളരെ കാലം മുന്നേ, ഇൻഡിജീനിയസ് ബാങ്കിങ് സിസ്റ്റം എന്നൊരു
ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആക്ച്വലി ഇൻഡിജീനിയസ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൂട്ടം എന്താ പറയുക പ്രൈവറ്റ് ലെൻഡേഴ്സ് ചേർന്നിട്ട് നടത്തി വരുന്ന ഒരു ബാങ്കിങ് സിസ്റ്റമാണ്. ആക്ച്വലി നമ്മളിപ്പോൾ ബാങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ അല്ലെങ്കിലും എന്നാലും ഏകദേശം അതുപോലെ ദേ ആർ ഫോളോവിങ്. ഓക്കെ, അവരത് ഫോളോ ചെയ്ത് വന്നിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും ഈ സേട്ടുമാർ അതുപോലെ തന്നെ മാർവാഡീസുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അവരൊക്കെ അവിടെ എന്താ ചെയ്തിരുന്നത്? ദേ ആർ ഗിവിങ് ദ ലെൻഡിങ് മണി ടു ദ പബ്ലിക് അല്ലേ. പബ്ലിക്കിന് എന്താ കൊടുത്തിരുന്നത്? ആ ഒരു പണം എന്ത് ചെയ്തു? നീഡി പേഴ്സണ് പണം ലെൻഡിങ് ആയിട്ട് കൊടുത്തിരുന്നു. സോ ദാറ്റ് ദേ ലെവിഡ് ദ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, അതിനവർ ലെൻഡിങ് മണി കൊടുക്കുമ്പോൾ വെറുതെ അല്ല അവർ കൊടുക്കുന്നത് അല്ലേ. ദേ എക്സ്പെക്ട് സംതിങ് മോർ. അവരെന്താ ചെയ്യുന്നത്? ക്യാഷ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി എന്ത് കിട്ടണം അവർക്ക്? ലെൻഡിങ് മണീൻ്റെ വാല്യൂ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഈടാക്കാൻ തുടങ്ങി. അപ്പോൾ പണ്ട് കാലത്തെ ഉണ്ട് കേട്ടോ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ ഈടാക്കി. അപ്പോൾ അത് ഹയർ റേറ്റ് ആയിരുന്നു. അന്നത്തെ കാലത്ത് ഈ ഒരു അഗ്രികൾച്ചറൽ മേഖലയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലേ. ഇന്നും അത് തന്നെയാണ്. പക്ഷേ എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്കോണമി വളർന്നുകൊണ്ടിരിക്കുന്ന അഗ്രികൾച്ചറൽ മേഖലയിൽ നിന്ന് തന്നെയാണ് അല്ലേ, അതൊരു ഡൗട്ടുമില്ല. അപ്പോൾ ഈ ഒരു അഗ്രികൾച്ചറൽ മേഖലയിൽ നിന്ന് ഫാമേഴ്സ് നിങ്ങൾക്കറിയാം, നിങ്ങൾ SS പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഫേസ് ചെയ്ത ഒരു സമൂഹമാണ്, ആ ഒരു സൊസൈറ്റിയാണ് ഈ ഫാർമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇൻഡിജീനിയസ് ബാങ്കിങ് സിസ്റ്റം മെയിനായിട്ട് വന്നത്. പക്ഷേ അവർക്ക് എന്താ കൊടുത്തത്? അവർക്ക് ക്യാഷ് കടം കൊടുക്കുന്നുണ്ട്. അവരിൽ നിന്നും കൂടുതൽ എന്ത് ചെയ്യുന്നു? ദേ ലെവിഡ് ദ ഹയർ റേറ്റ് ഓഫ് ദ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇൻഡിജീനിയസ് ബാങ്കിങ് സിസ്റ്റം എന്താ കൊടുത്തത്? അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കണം. ദേ ആർ നോട്ട് പ്രൊമോട്ട് ദ ഡെപ്പോസിറ്റ് ദ മണി. നമ്മൾ ഇന്നത്തെ കാലത്തും ബാങ്ക് നമ്മൾ കേട്ടാൽ തന്നെ അറിയാം, ഡെപ്പോസിറ്റിംഗ് മണി ആൻഡ് ലെൻഡിങ് മണി എന്നുള്ള രണ്ട് കോൺസെപ്റ്റാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത്. ഡെപ്പോസിറ്റിംഗ് മണി ആൻഡ് ലെൻഡിങ് മണി എന്ന് പറയാറുണ്ട്. പക്ഷെ അന്ന് ആ ഒരു ഇൻഡിജീനിയസ് ബാങ്കിങ്ങിൽ നമുക്ക് പറയേണ്ടത് ദേ ആർ ഓൺലി ഫോക്കസ് ദ ലെൻഡിങ് മണി. ഓക്കെ, അപ്പോൾ ഈ ഫാമേഴ്സിന് എന്ത് ചെയ്തു? ക്യാഷ് കടം കൊടുക്കും. അതുപോലെ തന്നെ they are introduced the lot of the financial instrument. അവർ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലൊന്നാണ് ഹുണ്ടീസ് അഥവാ ചിട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ചിട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ചിട്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ചിട്ടീസും അതുപോലെ തന്നെ ഹുണ്ടീസും എന്ന് പറഞ്ഞാൽ ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ആക്ച്വലി ഇതൊരു ഡോക്യുമെൻറ്റ് ദാറ്റ് മീൻസ് they are giving unconditional order from one person to another giving the some money. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്ന ആ എമൗണ്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു ഓർഡർ ഇടുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അൺകണ്ടീഷണൽ ഓർഡർ ഓഫ് ദ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ഈ സർട്ടിഫിക്കറ്റൊക്കെ ഇഷ്യൂ ചെയ്തത് ആരായിരുന്നു? ഇൻഡിജീനിയസ് ബാങ്കിങ് സിസ്റ്റത്തോടു കൂടിയാണ്, ഹുണ്ടീസ് ആയാലും ചിട്ടികളായാലും. അതുപോലെ തന്നെ മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കേട്ടിട്ടുണ്ടോ അത്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിന് ഗ്യാരണ്ടറായിട്ട് നിൽക്കുവാണ്. തേർഡ് പേഴ്സണ് ആ എമൗണ്ട് എന്ത് ചെയ്തോളൂ? ട്രാൻസ്ഫർ ചെയ്തുകൊള്ളൂ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ഡോക്യുമെൻ്റ് അവിടെ വരികയാണ്. അതിനെയാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആക്ച്വലി ഇത് ഫോറിൻ ബാങ്ക് തമ്മിലൊക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്? ഇത്തരത്തിലുള്ള ലെറ്റർ ഓഫ് ക്രെഡിറ്റൊക്കെ ഡീല് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് പതുക്കനെ എന്ത് ചെയ്തു? അറൈസ് ചെയ്തു തുടങ്ങി. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് ചെക്ക് ചെയ്യാം. ഏതിൻ്റെ? ഇൻഡിജീനിയസ് ബാങ്കിൻ്റെ. ഓക്കെ, ഇൻഡിജീനിയസ് ബാങ്കിൻ്റെ അഡ്വാൻറ്റേജസ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദേ ആർ ഗിവിങ് ലോൺസ് ടു ഫാർമേഴ്സ്. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ട് എന്താണ് അവരുടെ ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഗിവിങ് ലോൺസ് ടു ഫാർമേഴ്സ്. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജസ് തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ അഡ്വാൻറ്റേജസ് ആണ് ഫാർമേഴ്സിന് മാത്രമല്ല കേട്ടോ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്, ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ ആർക്കും കൂടിയാ? അതായത് ട്രേഡേഴ്സിനും കൂടി. ട്രേഡേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജസ് ആണ് they are not only given the short term loans, they are giving
ലോങ് ടേം ലോൺസ് ആൾസോ. ഓക്കെ, അവർ ഷോർട്ട് ടേം ലോൺസ് മാത്രമല്ല അവർ ഡീൽ ചെയ്യുന്നത്, ലോങ് ടേം ലോൺസും കൂടി കൊടുക്കുന്നുണ്ട്. ആർക്ക്? ഈ ഫാർമേഴ്സിനായാലും ഈ ട്രേഡേഴ്സിനായാലും എന്ത് കൊടുക്കുന്നുണ്ട്? ലോങ് ടേം ലോൺസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, ലോങ് ടേം ലോൺസ് ആണ് കൂടുതൽ. ഷോർട്ട് ടേം കൊടുക്കുന്നുണ്ട്. നമുക്ക് ആസ് എ കസ്റ്റമർ എന്ന നിലയ്ക്ക് ലോങ് ടേം ലോൺസ് ആണ് ഏറ്റവും നല്ലത് അല്ലേ? അപ്പോൾ കാരണം നമുക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാൻ അന്നത്തെ കാലത്ത് ഇവരിൽ നിന്നാണ് എന്ത് ചെയ്തത്? പതുക്കെ ഈ ബാങ്കിൻ്റെ സിസ്റ്റത്തിൻ്റെ ഈ ടേംസ് ഒക്കെ ആ കാലത്തേ ഇങ്ങനെ വന്നു തുടങ്ങി, ഫ്ലോപ്പ് ചെയ്തു തുടങ്ങി. ഓക്കെ, ബട്ട് ദേ ഹാവ് സം ഡീമെറിറ്റ്സ് ഓൾസോ. അഡ്വാൻറ്റേജസ് മാത്രമല്ല, ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 ഡീമെറിറ്റ്സ് പറയാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ദാറ്റ് ഈസ് ഡിഫക്റ്റീവ്. ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും എന്ത് ചെയ്തില്ല, ഇവരുടെ ഈ ഒരു സിസ്റ്റം എഫക്റ്റീവായില്ല. സോ അവർക്ക് ചിലയിടങ്ങളിൽ മാത്രം അത് ഒതുങ്ങിക്കൂടുന്ന ഒരു ഫെസിലിറ്റി മാത്രമായിട്ട് മാറി. അതായത് കുറച്ച് ആളുകളിൽ മാത്രമാണ് ഈ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ഡിഫക്റ്റീവ് മെത്തേഡാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ സെക്കൻഡ് പോയിൻ്റാണ്, അവർ ഹെവി ഇൻട്രസ്റ്റ് റേറ്റഡ് ആണ് എന്ത് ചെയ്തത്? ദേ ചാർജ്ഡ് ഓൺ ദാറ്റ് ലോൺ. ഓക്കെ, പ്രോഡക്റ്റ് ഓർ ലോൺ. ആ പ്രോഡക്റ്റ് മേൽ അല്ലെങ്കിൽ ആ ലോണിൻ്റെ പുറത്ത് അവർ ഹെവി ഇൻട്രസ്റ്റ് റേറ്റാണ് ഈടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഫാമേഴ്സിന് ഒരു പക്ഷേ അത് നിവർത്തിയില്ലാണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ ലോണൊക്കെ എടുക്കുന്നത്. പക്ഷേ ഈ ഒരു ഹെവി ഇൻട്രസ്റ്റ് റേറ്റ് അവർക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊരു ഡീമെറിറ്റ്സ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു ഡീമെറിറ്റ്സ് ആണ്, ആക്ച്വലി ദിസ് ഇസ് വൺ ഓഫ് ദ ഓൾഡ് മെത്തേഡ് അല്ലേ? ഇതെന്താണ്? ന്യൂ മെത്തേഡ് അല്ല ഇത്. ഇന്നത്തെ കാലത്ത് പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു മെത്തേഡ് അല്ല ഇൻഡിജീനിയസ് ബാങ്കിങ് സിസ്റ്റം. പക്ഷെ എന്നിരുന്നാലും പൂർണ്ണമായിട്ടും അവോയ്ഡബിളും അല്ല. നമുക്ക് പല സ്ഥലങ്ങളിലും അതായത് ഈ ഒരു സിസ്റ്റം ഇന്നും നമുക്കത് കാണാവുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് എ ഓൾഡ് മെത്തേഡ്. സോ ദീസ് ആർ ദ സം അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ ഇൻഡിജീനിയസ് ബാങ്കിങ് സിസ്റ്റം. ക്ലിയർ? ഓക്കെ, ദെൻ നമുക്ക് ഇൻ്റർമീഡിയറീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എന്തായിരുന്നു? ഇൻഡിജീനിയസ് ബാങ്കിങ് സിസ്റ്റം അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ വന്നു ഇൻ്റർമീഡിയറീസ് വന്നു. ആരാണ് ഇൻ്റർമീഡിയറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഈ 2 പേഴ്സൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാൾ അല്ലേ? 2 പേരെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരാൾ. അതാരായിരിക്കും? അതെ, തീർച്ചയായിട്ടും അത് ബാങ്കുകളാണല്ലേ. ബാങ്കുകൾ വന്നു, അതുപോലെ തന്നെ ബ്രോക്കർമാർ വന്നു. ഈ ബ്രോക്കർമാർ എന്താ ചെയ്യുന്നത്? 2 പാർട്ടീസിനെ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഫുൾ ഹെൽപ്പും ചെയ്യുന്നത് ആരാണ്? ഇൻ്റർമീഡിയറീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറീസ് നമുക്ക് എന്ത് പറയാം? പ്രൊമോട്ടേഴ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സ് എന്താ ചെയ്യുന്നത്? പ്രൊമോട്ടേഴ്സ് ചെയ്യുന്നത് മാക്സിമം ആ ബിസിനസ് എന്താക്കാൻ നോക്കും? എൻലാർജ് ചെയ്യാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ മാക്സിമം വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പം ആരാണ് ഇൻ്റർമീഡിയറ്റ്സിനെ കാറ്റഗറി പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ബാങ്ക്, ഇൻഷുറൻസ്, ഇവരൊക്കെ എന്താണ് നമുക്ക് പറയാൻ പറ്റും? ഇവരൊക്കെ ഇൻ്റർമീഡിയറീസിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെന്താ കൊടുക്കുന്നത്? ഇവർ എക്സ്പോർട്ട്, ഇമ്പോർട്ട് ആ ഒരു മേഖലയിലൊക്കെ they are giving the support to them. ഓക്കെ, ആ ഒരു എക്സ്പോർട്ട് ആയാലും ഇമ്പോർട്ട് ആയാലും അവിടെയൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ട്രേഡിങ് ഏരിയാസിൽ ഹെൽപ്ഫുൾ ആയിട്ട് എല്ലാ മാറ്റേഴ്സും ചെയ്യുന്നത് ആരാണ്? ഇത്തരത്തിലുള്ള ഇൻ്റർമീഡിയറീസ് ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഇൻഡിജീനിയസ് ബാങ്കിൻ്റെ വരവ്. നമ്മൾ ഹിസ്റ്ററിയാണ് പറയുന്നത്, അത് വിട്ടുപോകരുത്. ഇൻഡിജീനിയസ് ബാങ്കിൻ്റെ വരവ്. സെക്കൻഡ് വൺ ഇൻ്റർമീഡിയറീസ്. ഓക്കെ, അവർ വന്നു. അതിനുശേഷം മറ്റൊരു കേസാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റോഡും വാട്ടറുമാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത്. ഇന്നത്തെ കാലത്താണ് എയർ ട്രാൻസ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് എന്താ പറയുക, കടൽ മാർഗം വഴിയാണ് എന്ത് ചെയ്തിരുന്നത്? കച്ചവടങ്ങൾ അല്ലേ, ട്രേഡ് നടന്നിരുന്നത് കടൽ മാർഗം വഴിയാണ്. വാസ്കോ ഡ ഗാമ വന്നു, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം ഈ ഒരു കച്ചവട കേന്ദ്രം നമ്മൾ ഹാരപ്പൻ സംസ്കാരം അതൊക്കെ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചതാണ്. മോഹൻജദാരോ, ഇതൊക്കെ എന്ന് ട്രേഡിംഗ് സെൻറ്റേഴ്സാണ്. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് പൂർണ്ണമായത്? അപ്പോൾ റോഡ് ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ വന്നതിന് ശേഷമാണ് ഇവിടെ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വളരെ എത്ര കണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ട്രേഡിനെ എഫക്റ്റ്
ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചിലപ്പോൾ എക്സാമിൽ മേ ബി എക്സാമ്പിൾ ചോദിക്കാം മേജർ ട്രേഡ് സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ 2-3 പേര് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഓർത്ത് വയ്ക്കുക. അത് ഫസ്റ്റ് വൺ പടലിപുത്ര, അതുപോലെ തന്നെ പെഷ്വാർ, ടാക്സില, അതുപോലെ തന്നെ വാരണാസി, മിഥില, ഉജ്ജയിൻ, സൂറത്ത്, കാഞ്ചീപുരം, അങ്ങനെ ലോട്ട് ഓഫ് ദ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആർ ദർ. ഓക്കെ, സോ ഇവിടെയൊക്കെ അവർ ഡീൽ ചെയ്ത് എന്തായിരുന്നു, അവർ ടെക്സ്റ്റൈൽസ് മേഖല, അതുപോലെ തന്നെ പെർഫ്യൂംസ്, അതുപോലെ സ്റ്റോൺസ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ പറയണ്ടേ, അത്രയും പ്രഷ്യസ് മെറ്റൽസ്, ഇതിൻ്റെയൊക്കെ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആയിരുന്നു ഇത്തരത്തിലുള്ള പ്ലേസസ്. അപ്പം ഇവിടെയൊക്കെ എന്ത് ചെയ്തു, പിന്നെ ആ ട്രാൻസ്പോർട്ടേഷൻ കാരണമാണ് ഇത്തരത്തിലുള്ള ട്രേഡിംഗ് സെൻറ്റേഴ്സിൻ്റെ എൻലാർജും ഉണ്ടായതും, അതുപോലെ തന്നെ ആ ഒരു ട്രേഡേഴ്സിന് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനും പറ്റിയതും, അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഗുഡ്സ് ട്രാൻസ്പോർട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിച്ചതും, ആ ഒരു ട്രേഡിംഗ് മേഖലയിൽ തന്നെ ചേഞ്ചസ് ഒത്തിരി കൊണ്ടുവരാൻ സാധിച്ചതും ഈ ഒരൊറ്റ ട്രാൻസ്പോർട്ട് സിസ്റ്റം വന്നതോടുകൂടിയാണ്. ക്ലിയർ? അപ്പം നമ്മൾ പഠിച്ചു ഇൻഡിജീനിയസ് ബാങ്കിൻ്റെ വരവ്, അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇൻ്റർമീഡിയറീസ് ഉണ്ടായത്, അതുപോലെ മറ്റൊരു പോയിന്റ് ഉണ്ടായിരുന്നു എന്ത്, നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, അതുപോലെ തന്നെ ഈ ടോപ്പിക്കിൽ നമുക്ക് പറഞ്ഞു നിർത്താനുള്ളത് മേജർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഏതൊക്കെയാണെന്നുള്ളത്. നമ്മുടെ രാജ്യം, നമ്മുടെ കൺട്രി എന്ത് ചെയ്തു, ഏതൊക്കെ മേഖലയിലാണ് എക്സ്പോർട്ടിങ്ങിൽ നടത്തിയിട്ടുള്ളത്, എന്തൊക്കെയാണ് എന്ത് ചെയ്തത്, ഇമ്പോർട്ട് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റാണ് എക്സ്പോർട്ട് ചെയ്തതെന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈസസ്, വീറ്റ്, ഷുഗർ, ഇതൊക്കെ എക്സ്പോർട്ടാണ് കേട്ടോ. അതുപോലെ ഷുഗർ, ഇൻഡിഗോ, ഒപ്പിയം, അതുപോലെ തന്നെ കോട്ടൺ, പാരറ്റ്, ലൈവ് ആനിമൽസ്, അതുപോലെ തന്നെ ആനിമൽ പ്രോഡക്റ്റ്, ഇത്തരത്തിലുള്ള പ്രോഡക്റ്റൊക്കെ എന്ത് ചെയ്തു, എക്സ്പോർട്ട് ചെയ്തു. അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു എന്നുള്ളത്, ഹോഴ്സസ്, അതുപോലെ തന്നെ അനിമൽ പ്രോഡക്റ്റ്, ചൈനീസ് സിൽക്ക്, അതുപോലെ തന്നെ വൈന്, ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ ടിൻ, കോപ്പർ, ലെഡ്, ഗ്ലാസ്, എക്സെട്ര. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. മറ്റതൊക്കെ നമ്മൾ അപ്പോൾ എക്സ്പോർട്ടും ഇമ്പോർട്ടും നമ്മൾ ബാലൻസ് ചെയ്ത് എന്ത് ചെയ്തു, കൊണ്ടുപോയി. ഓക്കെ, അപ്പം ഇത്തരത്തിലൂടെ ഈ സ്റ്റേജിലൊക്കെ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ട്രേഡിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കടന്ന് വന്നിട്ടുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ, then students we can learn about next session. What is different types of human activity? What are the different types of the human activity? There are only 2 types. Okay, what are they? Do you know? Yes, some students know that. First one is economic activity, second one is non-economic activity. Okay, എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിൽ തന്നെ കിടപ്പുണ്ടല്ലേ. എക്കണോമിക് ആക്ടിവിറ്റീസ് ഡീൽ വിത്ത് ടു അറ്റൈൻമെൻറ്റ് ഓഫ് ദ പ്രോഫിറ്റ് ഓർ എന്താ പറയണ്ടേ, ടു മണി അല്ലേ. മണി എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മണി വാല്യൂസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടേംസിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്കണോമിക് ആക്ടിവിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, നമ്മളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, അവിടെ മണി വാല്യൂ അവിടെ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻവോൾവ് ആവാറുണ്ട് ഇല്ലേ. അപ്പോൾ നിങ്ങളുടെ പാരൻസ് ബിസിനസ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ജോലിക്ക് പോകുന്നുണ്ട്, ഏതെങ്കിലും ഓഫീസിൽ പോകുന്നുണ്ട്, ഇതൊക്കെ എന്തുവാ, അതൊക്കെ എക്കണോമിക് ആക്ടിവിറ്റിയാണ് അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ചുറ്റുപാടും ജസ്റ്റ് ഒന്ന് നോക്കൂ, നിങ്ങളുടെ ചുറ്റുപാടും എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നടക്കുന്നത്. നിങ്ങളുടെ വീടിനടുത്ത് തൊഴിലാളി എംപ്ലോയീസ് വരുന്നുണ്ട്, വീട് എന്ത് ചെയ്യുന്നു, ക്ലീൻ ചെയ്യാൻ ആൾ വരുന്നുണ്ട്, അവരൊക്കെ എന്തുവാ ചെയ്യുന്നത്, അവരൊക്കെ ചെയ്യുന്നത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ബിക്കോസ് അവരെന്ത് എയിം ചെയ്യുന്നുണ്ട്, മണി വാല്യൂ എയിം ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ മണി എന്ന ഒരു മനുഷ്യൻ്റെ, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എന്ത് പറയുക, സാറ്റിസ്ഫാക്ഷൻ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്നത് മണി വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ വാട്ട് ഈസ് ദ മീനിങ് ബൈ നോൺ എക്കണോമിക് ആക്ടിവിറ്റി? ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് economic activity, that person, that human beings are not consider the money value. അപ്പോൾ ആരായിരിക്കും അത്തരത്തിൽ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്ന പേഴ്സൺസ്? നമുക്ക് സംശയം ഒട്ടുമില്ലാതെ നമുക്ക് പറയാം, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ
മദറാണ് അല്ലേ. അമ്മ എന്താ ചെയ്യുന്നത്? വീട്ടിൽ രാവിലെ മുതൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ ക്യാഷ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഈവനിങ്ങിൽ നിങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ വന്നിട്ട് എന്ത് കൊടുക്കുന്നുണ്ടോ? ക്യാഷ് കൊടുക്കുന്നുണ്ടോ? അതിന് ഇല്ല. സോ അമ്മമാർ ചെയ്യുന്ന ഡ്യൂട്ടി അല്ല, അവർ ചെയ്യുന്ന സർവീസ്. ഓക്കെ, അതൊക്കെ എന്താ പറയുന്നത്? നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ചിലരെന്താ ചെയ്യുന്നത്? ഇപ്പോഴത്തെ നമ്മുടെ കണ്ടീഷൻസ് അറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ദേ ആർ നോട്ട് കൺസിഡർ എന്ത് ചെയ്യും? മണി വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല. ദേ ആർ ഗിവിങ് ദ സർവീസസ് ടു ദ പബ്ലിക് അല്ലേ. അപ്പോൾ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി വാല്യൂ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. ദേ ആർ ഗിവൺ ഓൺലി ദ സർവീസസ് ടു ദ പബ്ലിക് so that they get the satisfaction level through that activity. അവരെന്താ ചെയ്യുന്നത്? സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻമെൻറ്റ് ചെയ്യുന്നത് അവർ കൊടുക്കുന്ന സർവീസിലൂടെ മാത്രമാണ്, മണി വാല്യൂയിലൂടെ അല്ല അവരെന്ത് ചെയ്യുന്നത്? സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻമെൻറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ എന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണെന്ന് പറയാം. ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും എക്സാമിന് ഉണ്ടാവും. കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കും, വാട്ട് ആർ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് ചോദിക്കും. എക്സാമ്പിൾ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഓക്കെ, അപ്പം എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തിങ്ക് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു സെർവൻറ്റ് ജോലിക്ക് വന്നാൽ അവിടെ എന്താ ഉണ്ടാകുന്നത്? അമ്മ ചെയ്യുന്ന അതേ ജോലിയാണ് സെർവൻറ്റ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ അതേ സമയത്ത് സെർവൻറ്റ് എന്ത് വാങ്ങുന്നുണ്ട്? മന്ത്ലി സാലറിയോ അല്ലെങ്കിൽ ഡെയിലി വേജസോ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് ആണല്ലോ. തീർച്ചയായിട്ടും അതേ ജോലി തന്നെ പാരൻറ്റും ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ അത് എക്കണോമിക് ആക്ടിവിറ്റിയാണോ? അല്ല, അതൊരു നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ ഡിഫറൻസ് ഏകദേശം മനസ്സിലായിട്ടില്ലേ? അപ്പോൾ ഒരേ ജോലി തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? സർവീസ് അല്ലെങ്കിൽ ചെയ്യുന്ന ആ കാര്യങ്ങൾ നോൺ എക്കണോമിക്, മറ്റേത് എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമുക്ക് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും ഡിഫറൻസിലൂടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ അതിൻ്റെ പാർട്ട് ഓഫ് ദി ഡിഫറൻസ് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു ബേസിക് നമുക്ക് പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടീവ് എക്കണോമിക് ആക്ടിവിറ്റീൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഏൺ മണി. അപ്പം ആ ക്യാഷ് എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. അതിലൂടെയാണ് അവരുടെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ദേ ആർ ഫോക്കസിങ് ഓൺലി ദ സാറ്റിസ്ഫാക്ഷൻ ഫോർ ദം. ഓക്കെ, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ മാത്രമാണ് ദേ ആർ കൺസിഡറിങ്. ക്ലിയർ ആയോ? അപ്പോൾ അത് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രോഫിറ്റാണ്, മറ്റേത് എന്താണ്? സാറ്റിസ്ഫാക്ഷൻ. സെക്കൻഡ് ഒരു ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ. എക്കണോമിക് ആക്ടിവിറ്റീസിൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എക്കണോമിക് ആക്ടിവിറ്റിയിൽ പ്രോഫിറ്റാണ് അല്ലേ. പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതേ സമയത്ത് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സാറ്റിസ്ഫാക്ഷനാണ്. അതുപോലെ തന്നെ മറ്റൊരു ഡിഫറൻസ് പാർട്സ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർപ്പസാണ്. ഇവരുടെ പർപ്പസ് എന്താണ്? ഇത്ര നോൺ എക്കണോമിക് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളവരുടെ പർപ്പസ് എന്താണ്? ടു ക്രിയേഷൻ ഓഫ് ദ വെൽത്ത് ആണ്. വെൽത്ത് മീൻസ് ലോങ് ടേം ആയിട്ടുള്ള ഒരു അറ്റൈൻമെൻ്റ് ആണ് വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളവർ അറ്റൈൻമെൻറ്റ് ചെയ്യുന്നത് വെൽത്ത് മാക്സിമൈസേഷനാണ്. അതേസമയത്ത് നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെയും അത് തന്നെ പറയണം. എന്തുവാ ഞാൻ പറഞ്ഞത്? നേരത്തെ 2 പോയിന്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സാറ്റിസ്ഫാക്ഷൻ, ടു അറ്റൈൻ ദെയർ ഓൺ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് പോയിൻ്റാണ് ഔട്ട്കം. ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നത്? ദാറ്റ് ഈസ് എ ഔട്ട്കം. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സർവീസ് എന്ന വേർഡ് ഞാൻ അവിടെ യൂസ് ചെയ്തെങ്കിലും എല്ലാ സർവീസും എന്തല്ല? നോൺ എക്കണോമിക് ആക്ടിവിറ്റി അല്ല അല്ലേ. അപ്പോൾ ഇവിടുത്തെ സർവീസ്, ഇപ്പോൾ ഡോക്ടേഴ്സ് ചെയ്യുന്ന സർവീസ്, ദേ കളക്ട് ദ ഫീസ് ഫ്രം ദ പേഷ്യൻറ്റ് അല്ലേ. ടീച്ചേഴ്സ് ചെയ്യുന്ന സർവീസ്, ദേ ആർ ഓൾസോ കളക്ടിങ് ദ സാലറി ഫ്രം ദ മാനേജ്മെൻറ്റ്. ക്ലിയർ? അപ്പോൾ എല്ലാ സർവീസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ എക്കണോമിക് ആക്ടിവിറ്റീൻ്റെ അണ്ടറിൽ വരില്ല. അപ്പോൾ ഇവിടുത്തെ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? അതായത് ഗിവൺ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതേ സമയത്ത് നോൺ എക്കണോമിക് ആക്ടിവിറ്റീൻ്റെ ഔട്ട്കം എന്താ കിട്ടുന്നത്? നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു? നമ്മൾ തേടി വരുന്നു അല്ലേ. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ആ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഒരു മണി വാല്യൂവിനും എന്ത് ചെയ്യാൻ പറ്റില്ല. അത് കറക്റ്റ് അത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഔട്ട്കം ആയിട്ട് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയിൽ കിട്ടുന്നത്. സോ
അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്തുവാ, നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് കുറച്ച് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും, നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും. ഓക്കെ, അപ്പം കുറച്ചും കൂടി എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. അവർ ചെയ്യുന്നത് എക്കണോമിക് ആക്ടിവിറ്റി ആണോ അതോ നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണോ, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, then next we have to learn about different types of economic activity. അതിനു മുന്നേ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബിസിനസ് എന്ന ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളോടൊരു ചോദ്യം. ബിസിനസ് എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റി ആണോ നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണോ? യെസ്, ബിസിനസ് എന്ന് പറയുന്നത് ദാറ്റ് ഡീൽസ് വിത്ത് മണി അല്ലേ, ക്യാപിറ്റൽ. അതെന്താ കൈകാര്യം ചെയ്യുന്നത്, ക്യാപിറ്റൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാം അത്തരത്തിലുള്ള എക്സ്ചേഞ്ചിങ് എന്താ പറയുക, ഗുഡ്സ് ആൻഡ് സർവീസസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തിനാ മെയിൻ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അറ്റൈൻമെൻറ്റ് ഓഫ് ദ പ്രോഫിറ്റ്. സോ ബിസിനസ് ഈസ് എ എക്കണോമിക് ആക്ടിവിറ്റി. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റി. ഓക്കെ, there are 3 different types of the economic activities are there. First one is business, second one is profession, third one is employment. Clear? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക്. എക്സാമിന് ഷുവറായിട്ടും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റി? ഫസ്റ്റ് വൺ ഈസ് എ ബിസിനസ്, സെക്കൻഡ് വൺ ഈസ് എ പ്രൊഫഷൻ, തേർഡ് വൺ ഈസ് എ എംപ്ലോയ്മെൻറ്റ്. നമുക്ക് വൺ ബൈ വൺ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് ഡീൽസ് വിത്ത് actually it is activities deals with the exchange of goods and services. Clear? To attainment of the ultimate aim എന്താണോ അത് അറ്റൈൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിലൂടെ? ടു എക്സ്ചേഞ്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു വൺ പ്ലേസ് ടു അനദർ. ഓക്കെ, ദാറ്റ് ഈസ് എ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അൾട്ടിമേറ്റ് ചെയ്യുന്നത് എന്താ കണക്ഷൻ ചെയ്യുന്നത്, അത് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്, അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് നടത്തുന്നുണ്ട്, പ്രോഫിറ്റ് അറ്റൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട്, വെൽത്ത് അറ്റൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾക്ക് ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. ഇതാണ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിസിനസ്സിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് 3 തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒന്നായിരുന്നു ബിസിനസ്. ബിസിനസ് എന്താണെന്ന് പറഞ്ഞു, ഇറ്റ് ഡീൽസ് വിത്ത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ, ഡിസ്ട്രിബ്യൂഷൻ അതുമായി ഡീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ടു ഏർണിങ് മാക്സിമൈസേഷൻ ഓഫ് ദ പ്രോഫിറ്റ് ഫോർ ദാറ്റ് കൺസേൺ അല്ലേ. ഏത് ബിസിനസ് കൺസേൺ ആണോ അവരുടെ മാക്സിമം പ്രോഫിറ്റാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബിസിനസ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി രണ്ടാമത്തെ തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റിയാണ് പ്രൊഫഷൻ. പ്രൊഫഷൻ എന്താണെന്ന് എല്ലാവർക്കും ഒരു ഐഡിയ അറിയാം. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക, മെഡിസിൻ അതൊരു പ്രൊഫഷനാണ്, LLB എന്ന് പറഞ്ഞൊരു പ്രൊഫഷനാണ്. അപ്പം ഇത്തരത്തിലുള്ള ആ ഒരു പ്രൊഫഷനിൽ എന്തായിരിക്കും പ്രത്യേകത ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും അവർക്ക് എന്തുണ്ടായിരിക്കും, അത്രയും അൾട്ടിമേറ്റ് സ്കില്ലുണ്ടായിരിക്കണം. ആ പ്രൊഫഷൻ എന്താ ഉണ്ടായിരിക്കേണ്ടത്, റിക്വയർഡ് സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ. ഓക്കെ, അപ്പോൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ആ ഒരു മേഖലയിൽ അവർക്ക് നോളജ് അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഡീപ്പ് നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്കില്ലും ഉണ്ടായിരിക്കണം ഒരു പ്രൊഫഷന്. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിൻ്റാണ്, മൂന്നാമത്തെ ടൈപ്സ് ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റിയാണ് എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയറുടെ കീഴിൽ കുറച്ച് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എംപ്ലോയീസിന് എന്താ കിട്ടുന്നത്, എംപ്ലോയീസിന് വേജസ് ആയിട്ടോ അല്ലെങ്കിൽ സാലറി ആയിട്ടാണോ കോമ്പൻസേഷൻ എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത് അല്ലേ. അതുപോലെ തന്നെ എംപ്ലോയർ എന്ത് ചെയ്യുന്നു, എംപ്ലോയർ ഈ എംപ്ലോയീസിലൂടെയാണ് തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. തൻ്റെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ജോബ് അറ്റൈൻമെൻറ്റ് നടത്തുന്നത് ഈ എംപ്ലോയീസിലൂടെയാണ് അല്ലേ. അപ്പം എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നതും ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. എന്താ അവിടെ നടത്തുന്നത്, തീർച്ചയായിട്ടും അവിടെ എംപ്ലോയീസിന് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുകയാണ് എന്താണ്,
സാലറിയോ വേജസ് ആസ് എ റെമ്യൂണറേഷൻ എന്ന നിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റി. വാട്ട് ആർ ദ? ഫസ്റ്റ് വൺ ഈസ് എ ബിസിനസ് എന്താ ഡീൽ ചെയ്യുന്നത്? എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസാണ് എന്താ? പ്രൊഫഷൻ. ദേ നീഡ് ദ സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് ആയിരുന്നു എന്ത്? എംപ്ലോയ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? എംപ്ലോയീസിന് ദേ വിൽ ഗെറ്റ് ദ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ?